ഹായ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് നമസ്കാരം. അതാ ഇവൾ വർഗീയത സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് ഓക്ക് ഇഷ്ടമായില്ല. വെറുതെ പറഞ്ഞിട്ടോ, അതൊക്കെ നമ്മൾ ബന്ധത്തിന്റെ പേരിലുള്ള തമാശകളാണ്. നിങ്ങളത് സീരിയസ് ആയിട്ട് കയറിയത്. ഇന്ന് ടീം ട്രിപ്ലാൻഡ് വക നോമ്പ് തുറയാണ് എൻ്റെ പൊരയിൽ വെച്ചിട്ട്. ട്രിപ്ലാൻഡിൻ്റെ ഓണറായ നിർമ്മൽ ജി, ട്രിപ്ലാൻഡ് ഓളിനോളായ അപ്പുഡ, പിന്നെ ക്യാമറയിൽ പുറകിൽ ട്രിപ്ലാൻഡിൻ്റെ ഓരോ കാഴ്ചകളും ഒപ്പിയെടുക്കുന്ന ശ്രീരാഗ് കണ്ണൻ അല്ല പൊന്നൂസ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺഷിപ്പിൽ പോയി വീഡിയോ ഒക്കെ എടുത്ത് വീടൊക്കെ കണ്ട് ശ്രീരാഗിൻ്റെ വീടൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോണേ. നമുക്ക് നോമ്പോർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നിർമ്മലിനോട് എന്തേ പറഞ്ഞ നിർമ്മൽ എങ്ങനെ അറിയോ? മറ്റേ പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് എന്താ പരിപാടി, ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുള്ള ഇങ്ങനെ പോണ ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോമ്പ് തുറക്കാനാണ്. നോമ്പ് തുറക്കുന്ന വീട്ടിൽ 4 മുറികളുണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ആയിട്ട് പൂളുണ്ട്. ഇതാണ് നിർമ്മലിനോട് എന്ത് വെച്ചാലും നിർമ്മല അപ്പൊ ഇങ്ങനെ മൈക്കില്ലേ ഇങ്ങനെ പിടിക്കണം. നിർമ്മല ശീലല്ലേ? നിർമ്മലിനോട് എന്ത് വെച്ചാലും എങ്ങനെ ആരും സാങ് ഉണ്ടല്ലേ, എന്താ സോങ്ങോ സാങ്ങോ സ്വാഗ് ഇപ്പൊ നമ്മള് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി ആവൂല. സത്യം. ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞ് 2:30 ആയിട്ടുണ്ട്. നോമ്പൊക്കെ എടുത്ത് എനിക്ക് മാത്രമേ നോമ്പുള്ളൂ. നോമ്പുണ്ടോ? ഞാൻ അവളോട് പറഞ്ഞ് നോമ്പ് തുറക്കണം എന്തെങ്കിലും നോമ്പുണ്ട്. ഒരൊറ്റൊന്നിനും നോമ്പുമില്ല. അറിയാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയൂല. ഇനി ഇവിടെ ഇരുന്ന് പൊട്ടടിച്ചു കഴിഞ്ഞാല് നമ്മളെന്ത് നടക്കൂല, പിന്നെ പരിപാടി എടുക്കൂല. ഇത് ഞാൻ 12 വർഷത്തോളം താമസിച്ച നമ്മളെ പുരയാണ്, നമ്മളെ സ്വന്തം കോട്ടേഴ്സാണ്. ഇതാണ് നമ്മളെ ഏരിയ. ഓക്കെ, ഇത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത് ഗൈസ്, സ്വപ്നതുല്യമായ ഗ്രൗണ്ട്. എന്ത് ചെയ്യാനാ, ഇപ്പം ഗ്രൗണ്ട് ആയിട്ട് തോന്നില്ല. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ നിർമ്മൽജീൻ്റെ കാറിലാണ്. അപ്പം നിർമ്മൽജി എന്നാ നീ കാർ എടുത്തിട്ട് വന്നോ, ഞങ്ങളിവിടെ പുട്ടടിക്കാം. അപ്പം നിർമ്മൽജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പൈസക്കാരനാണ്. കൽപ്പറ്റയുടെ പകുതി ഓൻ്റെ കയ്യിലാണ് ഉള്ളത്. പകുതി നിർമ്മലന്റെ ആണെങ്കിൽ പകുതി കയ്യില് മണാലിയാണുള്ളത്. മണാലിയുടെ പകുതി നിർമ്മലയിലാണുള്ളത്. മണാലി ഉള്ളംകൈയിലാണ് പറഞ്ഞത്. കൽപ്പറ്റ അങ്ങനെ എൻ്റെ ചെറുവരലിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം അത്രക്കും ആളൊരു പാവാണ്, ഒരു ചിരിക്കുടുക്കാണ്. നമ്മള് എന്ത് പറഞ്ഞാലും നിഷ്കു ആരും ഉണ്ടാരും പറയും. അതായത് ഇപ്പം ഇവളെ വീട്ടിൽ നിന്ന് വിടണമെങ്കിൽ നിർമ്മലിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ വിടൂല, ശ്രീരാഗിന്റെ കൂടെ പറഞ്ഞാൽ കൊണ്ടാറി, എന്റെ കൂടെ പറഞ്ഞാൽ നല്ലതെന്ത് പറയടി, പോവേ വേണ്ടെന്ന് പറയും. സോ നമുക്കിനി നേരെ നെസ്റ്റോയിൽ പോയിട്ട് കാണാം. വാ കേറൂ. ക്യാമറമാനെ കേട്ടിട്ടോ, ഇല്ല ശ്രീരാഗ് പെടും. ഇപ്പം നോമ്പ് തുറക്ക് എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാനായിട്ടുള്ള അച്ചു മണ്ണപ്പിനും വരാനുണ്ട്. ഇപ്പൊ വരുള്ളൂ. സോ ഗൈസ് ഒന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടേ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മോശം പരിപാടിയായിരിക്കും. അപ്പം എന്താണ് നോമ്പുർക്ക് പറയൂ. നോമ്പുർക്ക് നമുക്ക് കട്ട് ഫ്രൂട്ട്സ് വാങ്ങണം. അല്ല, ഫ്രൂട്ട്സ് വാങ്ങിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് കടികള് ഉണ്ടാക്കാനുള്ള സംഭവങ്ങള് പറയൂ. അപർണന്റെ വക വെള്ളം കുടിക്കുന്ന കുരിപ്പ നോമ്പെങ്കിലും നോമ്പുള്ളവരെ മുന്നിൽ കുറച്ച് റെസ്പെക്റ്റോട് കൂടി നിൽക്കണ്ടല്ലേ. പറയുന്നാല് അപർണന്റെ വക മൊഹബത്ത് കാ സർബത്ത് അല്ലേ, വേറെ അപർണേന്റെ വക മുഹമ്മദ് കാ സമൂസ. നമുക്ക് ഷീറ്റൊക്കെ റോൾ ചെയ്തിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് സമൂസ ഉണ്ടാക്കും. അതായത് ഞാൻ ഉമ്മാനോട് എൻ്റെ പുരയിൽ വെച്ചിട്ടാണ് നോമ്പുറ. ഉമ്മാനോട് ഞാൻ ചോദിച്ച് ഉമ്മാക്ക് എന്താ ഉണ്ടാക്കി തരാം. ഉമ്മ പറഞ്ഞ് പത്തിയും
പിന്നെ കോഴിക്കറിയും ബിരിയാണിയും ഉമ്മ ഉണ്ടാക്കും, ചിക്കൻ പൊരിച്ചതും പിന്നെ കട്ട്ലേറ്റും, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ നോമ്പർക്ക് പിന്നെ എന്താ ഉണ്ടാക്കണ്ടേ എല്ലാം കഴിഞ്ഞ് പെൺകുട്ടി അവരുടെ നടക്ക കെട്ടിച്ചയക്കാനുള്ള പ്രായമായിരിക്കണം. എത്ര വയസ്സ്? 20. ആ മുഹബത്ത് കാ ഇങ്ങനത്തെ 2K കിഡ്സിനെ കുറിച്ച് ഡയലോഗ് അല്ലാണ്ട് വേറൊരു പണി ഒക്കെ അറിയില്ല. ഇവിടെ എങ്ങനെ കെട്ടിച്ചയക്കും? ആ അത് ഇവിടെ നമുക്കറിയോ ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളവർക്ക് കൊച്ചനിയത്തിയായിട്ട് കൊണ്ടെടുക്കാം. ആ കഥ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഓഫീസിൽ വെച്ച് ഉണ്ടായൊരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. അതായത് ഇവന്റെ ഏട്ടനുണ്ട് ഇവളെ, ഓന് വന്നിട്ട് പറഞ്ഞ് ഞാൻ കോഴിക്കോട് പോവാണ്. അപ്പൊ ഇവള് ചോദിച്ചു ഞാനും കൂടെ വരട്ടേന്ന്. അപ്പൊ പറഞ്ഞു നീ എന്ന് വരണ്ട, ഞാൻ ഒറ്റക്ക് പോയിട്ട് വന്നോളാം. അപ്പൊ എന്ത് പറഞ്ഞറിയോ, നീ പോയിട്ട് വാ കാണാന്ന് പറഞ്ഞു. വന്നത് എങ്ങനെ അറിയോ, 3 വിരലൊടിഞ്ഞ് ചുരത്തില് വീണിട്ട് വന്ന്. ഈ കഥ ആര് പറഞ്ഞു? അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതൊക്കെ നീ സ്വാഭാവികമായിട്ട് വീണതായിരിക്കും. പിറ്റേ ദിവസം ഇതേപോലെ പിന്നെ നമ്മളെ ശ്രീരാഗ് അപ്പുവിനെ എന്തിനോ ദേഷ്യം പിടിപ്പിച്ച്. അപ്പൊ അപ്പു പറഞ്ഞു എനിക്ക് കിട്ടോടാന്ന്. കുറച്ച് കഴിഞ്ഞുകൊണ്ട് ശ്രീരാഗ് അമ്മേ അമ്മേ നോക്കുമ്പോ എന്താ ശ്രീരാഗിന്റെ മസില് ആ കൂടി ഓന്റെ കാലിൽ ഇത്തിരി മസിലാണ്. ആ മസിൽ ചുറ്റാന്ന് പറഞ്ഞാൽ ഇപ്പഴുള്ള മസിൽ ഇപ്പഴത്തേക്ക് വന്നിട്ട് ഒറ്റ കാലല്ല 2 കാലം ഒരേപോലെ മസില്. അത് പോട്ടെ, അത് പോട്ടെ, അത് നമുക്ക് സഹിക്കാവുന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീരാഗിന്റെ അമ്മ ടൗണിൽ പോയി വീണ് പരിക്ക് പറ്റി. ശ്രീരാഗിന്റെ അമ്മേനെ ഒന്നും പറയില്ല. ഒന്നും പറയില്ല. ആ മുഖം നോക്ക്, ഞാനൊന്നും പറയില്ല. പൊന്നോ, അതുകൊണ്ട് ഞങ്ങൾ ഇവളോട് ഒന്നും പറയല്ലേ. ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ സമ്മതിക്കും. ഇന്നലെ എന്തോ ഞാൻ ഫ്ലൈറ്റിന്റെ എന്തോ ഒരു റീസൺ എന്തോ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ എന്നോട് അറിയാ ഫ്ലൈറ്റ് ഒന്നും ഇനി പൊങ്ങൂലാന്ന്. അത് പറഞ്ഞ ഉച്ചക്ക് ശേഷം യുദ്ധം തുടങ്ങി. ദൈവമേ, യുദ്ധം ഇതൊന്നും എന്തേലേക്ക് പറയലട്ടോ, ആൾക്കാരൊക്കെ ശരിക്കും വിചാരിക്കോ. യാസീൻ ഖാന്റെയോ? ഇപ്പൊ എന്താ അറിയോ, ഞങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ട്ണർ ആക്കുമെന്നറിയില്ല. അപർണ തന്നെ തീരുമാനിക്കണം നമ്മളെ പാർട്ട്ണർ ആക്കണോന്നുള്ള. നമ്മുടെ ഓഫീസിന്റെ തൊട്ടിപ്പുറത്തെ റൂം എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രു സംഹാര പൂജ, പിന്നെന്താ ശത്രുക്കളെ ഒതുക്കാനുള്ളത് എല്ലാം ചെയ്തു കൊടുക്കും. മിതമായ റേറ്റിൽ ചെയ്യൂല, റേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. പക്ഷെ ശത്രുവിനോട് അത്രയും ദേഷ്യം നിങ്ങൾ വന്നാൽ മതി. കാരണം ഇവിടെ ഒരൊറ്റ പ്രാക്കില് തീരുമാനമായി പോര്, നശിച്ചു പോവാണ് ആ യുദ്ധം വരെ. ജസ്റ്റ് മിസ്സില് ഞങ്ങളിപ്പോ ജീവിക്കുകയാണ്. നമ്മളിതപ്പോ നെസ്റ്റോലെത്തും. നെസ്റ്റോൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തൊക്കെ മേടിക്കണം എന്നുള്ളത് ഇപ്പൊ ഒന്ന് തീരുമാനാക്കണം. മുഖ്യമന്ത്രി ഏതാ പോണ് അതാ പറന്നു പോണ്. തൊട്ട് പൂസല്ല അതാ ഇവിടെ ബ്ലോക്ക് ചെയ്തേണ്. കണ്ടോ? ഈ പതുക്കെ പോയിക്കോ, മുഖ്യമന്ത്രി പോണ കാണാം. പോയോ അമ്മാനം തോന്നിയത് ഈ വട്ടമാണ്. ആ വീടൊക്കെ പോയി കണ്ടപ്പോ നല്ല കാര്യം കേട്ടോ. ആരേത് പാർട്ടി ചെയ്താലും അത് നല്ല കാര്യമാണ്. ലീഗിന്റെ വീടും ഒന്ന് പോയിട്ട് കാണണം. കോൺഗ്രസ്സുകാർ എന്തായാലും കോമഡി ആയിക്കണേ. തറക്കല്ലിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കാണാം ഇവിടെയൊക്കെ. അപ്പത്തിന് ബാക്കിയുള്ള ഒരു വീട് വെച്ച് കൊടുത്ത്. അപ്പം ലീഗിനും പിന്നെ ഇപ്പത്തെ സർക്കാരിനും എന്തായാലും അഭിവാദ്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തു. ഇനി നമ്മൾ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ സാധനങ്ങൾ വാങ്ങുന്നു. എന്തൊക്കെയാ വാങ്ങുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാം. കുറച്ച് ലിസ്റ്റ് എൻ്റെ വൈഫ് അയച്ചിട്ടുണ്ട്. ശിങ്കു അവിടെ ഇടാം. ഇല്ല റിവേഴ്സ് നേരെ വെച്ചോ, എന്നാൽ റിവേഴ്സ് ഡിക്കിക്ക് സാധനം വെക്കാലോ. നേരെ വെച്ചോ. ഇതാണ് ഞങ്ങളെ സ്വന്തം നെസ്റ്റോ അല്ലേ? യെസ്. വാ വാ. എവിടെ അപ്പോടെ ഈത്തപ്പഴം അവിടെ ഉണ്ട്. ഹലോ, മൂത്തോർ നടക്കും, ഇളവർ തള്ളു. ഈ കുരുക്ക് പോലത്തെ എല്ലാ മൈക്ക് എവിടെ? അത് മൈക്ക് എവിടെ? ആ അവിടെ ഉണ്ടല്ലേ. ഏതാണ്? ഡ്രൈഡ് ഫിഗ്. ഡ്രൈഡ് ഫിഗിനൊക്കെ ഭയങ്കര വിലയാണ്. നമ്മൾ ആദ്യം ഇത് പിടി, ചിക്കനൊക്കെ വാങ്ങണം. ഇവിടെ കൊളത്തിട്ടോ അത്.
എടാ കടി എവിടുന്ന് മേടിക്കാം നമ്മളിപ്പോ? അത് നമുക്ക് ഒരുമിച്ച് വരാം. ഏട്ടനില്ല, എന്റെ ഫോൺ ഏട്ടനില്ല. നിർമ്മൽ ഇതൊന്നും നടക്കാനുള്ളൊന്നുമില്ല. നോമ്പോറ് നമ്മൾ ചെറിയ രീതിയിൽ നടത്തുന്നുള്ളൂ. ഇത് ഉന്തി ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ കുഞ്ഞു കയ്യിൽ ഇതൊന്നും കൊള്ളുന്നില്ല. ഫ്രൂട്ട്സ് എന്തൊക്കെയാ? പൈനാപ്പിൾ പൈനാപ്പിൾ വേണ്ട, ജ്യൂസ് അടിക്കാൻ. മൊഹബത്ത് കാ സർബത്ത്. നമുക്ക് ബത്തക്ക, ഈ ബത്തക്ക വേണോ ആ ബത്തക്ക വേണോ? അതെടുക്കണേ അതെടുക്കാം. പക്ഷെ അത്രയ്ക്ക് വലുത് വേണ്ട, അവിടെ ഉണ്ടോ? ഇത് വേണ്ട, ചെറുത് മതി. ഇത് എടുക്കാം. ചെറുത് മതി, അവിടെ വീട്ടിലുണ്ട്. ആണോ? എന്നാ അതെടുക്കാം. ASMR. പിന്നെ ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ച്. ആ ഓറഞ്ച് അല്ല, ആ ഓറഞ്ച് എടുക്കാം. ഇതാ നല്ലത്. ഈ ഓറഞ്ച്. ഇത് മുസംബി പോട്ടാ. ഇത് മുസംബി തലക്കിട്ട് എന്തെങ്കിലും. ഇതോ? അതാണ് മുസംബി. ഇത് ചൈന. പച്ചമുന്തിരി എടുത്താലോ? കൊറേ എന്തിനാ? മതിയില്ലേ? മതി. ആപ്പിൾ ആപ്പിൾ എടുക്കല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കില്ലേ ടേസ്റ്റ് അടിക്കാം കേട്ടോ. സ്ട്രോബെറി, മുന്തിരി, ഒറ്റക്ക്, പിന്നെ പാലെടുക്കണം. മധുരമുണ്ടോ? തിന്നു. അതിൻ്റെ കിലോ നോമ്പ് തുറയ്ക്ക് വേണ്ടിട്ട് ബ്ലോഗ് എടുക്കാം. എവിടെ നോമ്പ് തുറക്കുന്നു? യാസിൻ ഖാൻ്റെ അവിടെ അട്ലൈറ്റ്. വേണോ? മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാലോ? അതിന് പൊരയുണ്ട്. ഉണ്ടോ? ബത്തക്ക പൊരയുണ്ട്. ആ മതി. പൊരയില് കൊറേ ഉണ്ട്. പൈനാപ്പിൾ ഒന്നും വേണ്ടല്ലോ. പൈനാപ്പിൾ വേണമെന്നില്ല. ഇത് വേണോ? പപ്പായ വേണ്ട. നമുക്ക് പാലെടുക്കണം. ആ പാലെടുക്കണം. ഒരു പാക്കറ്റ് തൈര്, പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ്, പിന്നെ മല്ലിച്ചപ്പ് വേണം. ഈ മൊഹബത്ത് കാ സർബത്ത് എങ്ങനെ ഉണ്ടാക്കല്? ഓക്കല്ലേ അറിയാം. ഓളോട് ചോദിച്ചേക്ക്. മൊഹബത്ത് കാ സർബത്ത് ഓക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലേ? വെറുതെ പുട്ടടിക്കലോള് വിടല് മാത്രമാണ്. ഒരൊറ്റ കുത്തിനുണ്ടല്ലോ. ഓളിപ്പോ പറയാ 1 കിലോ പൊട്ടറ്റോ വേണം. ഞാൻ പറഞ്ഞ എടുത്തു വന്നിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷും അറിയില്ലേ? ടൊമാറ്റോ ആണ്, തക്കാളി, പൊട്ടത്തോറ ഈറിലൊക്കെ കിടന്നത് അതാ വരുന്നുണ്ട്. ഇത്രയും വിവരല്ല. എടാ ഒരു പാക്കറ്റ് ബ്രെഡ്, തൈര് 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 ഒരു പാക്കറ്റ് തൈര് അവിടെ തന്നെ ആണോ? ഇനി ഒരു പാക്കറ്റ് ബ്രെഡും മല്ലിച്ചപ്പും. ഞാൻ ബ്രെഡ് എടുത്തിട്ട് വരാം, ഈ മല്ലിച്ചപ്പ് എടുത്തു. മല്ലിച്ചപ്പ് എടുക്കുന്നിടത്ത് ഞാനൊരു സാധനം കാണിച്ചു തരാം. കമോൺ, ഒരു സാധനം കാണിച്ചു തരാം. കൂട്ടോ, അങ്ങനെയല്ല, ഒരു സാധനം കാണിച്ചു തരാം. നമ്മളിങ്ങനെ നെസ്റ്റോറൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനം കാണും. നമ്മൾ എന്താക്കുക, മെല്ലെ മെല്ലെ ഇങ്ങനെ നോക്കുക. നമുക്ക് പഴുത്തുണ്ടോ? കൊറിയാൻഡർ ലീഫ്. അത് ഞാനല്ല പറയാ, യാസിക്ക് പറഞ്ഞു. എടോ അത് എന്റെ തലയിൽ കിട്ടില്ലേ കള്ളന്മാര്. പഴോ ഇത് വേണോ? പപ്പായ വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ, ഞമ്മക്ക് വേണ്ട. നിങ്ങൾക്ക് വേണോ? എനിക്കും വേണ്ട. ഈ മൊഹബത്ത് കാ സർബത്ത് എങ്ങനെ ഉണ്ടാക്കുക? പാല്, പിന്നെ
നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ. എടി അതിന്റെ പൊട്ടത്തി അതിന്റെ സാധനം നോക്കുന്നല്ലേ, സാധനം വാങ്ങാണ്ട് വീട്ടിൽ പോയിട്ട്. എന്റെ ഫോൺ നിർമ്മലല്ല. മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല. പാല് വേണം, പഞ്ചസാര, പത്തക്കൈയിൽ മുറിച്ചിടാ, കുറച്ച് വെള്ളം ഒഴിക്കുക, കലക്കുക. അല്ലല്ല, അതിനൊരു സാധനം വേണം, എസൻസ് വേണം. നന്നാരി സർബത്താന്ന് തോന്നുന്നു. അല്ല, റോസ് കളർ കിട്ടാന് റോസ് മിൽക്ക്. ആ അങ്ങനെ എന്തോ വേണം. അല്ലല്ല, അടിക്കല്ലേ മുറിച്ചടിയാ. പോട്ടെ, കസ്കസ് വേണം. കസ്കസ് പോലെ ഉണ്ട്. ഞാൻ അമ്മനെ വിളിച്ചു ചോദിക്കണോ? ഇവിടെ മാമനില്ലേ, നമ്മളെവിടെ പോയാലും പുറകടക്കുണ്ട്. എന്താ ഇവിടെ നല്ല ഡൗട്ട് ഉണ്ട്. ഹലോ, പിന്നെ ബത്തക്ക സർബത്ത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ബത്തക്ക ഡോണാട്ടോ, പഴയ ഡോണാ വേണ്ട. സുധാമനെ പറ്റി പറഞ്ഞു കൊടുക്ക്. അടിക്കും. എന്താണ് ആ ബത്തക്കയിൽ ഒഴിക്കുന്ന സാധനം? ശ്രീരാഗ പാല് വേണോ? പാല് വേണോ? അവിടെ എത്ര പാക്കറ്റ് ഉണ്ട്? അപ്പൊ ചായ ഉണ്ടാ. ആ ഞാൻ ചോദിക്കാം താത്താ, പിന്നെ ഈ ബത്തക്ക നമ്മള് റോസ് കളർ ഉണ്ടാക്കൂലേ, അതിലിങ്ങനെ ഒഴിക്കുന്ന സാധനല്ലേ? അല്ല അല്ല, ഇതാണ് സാധനം. ആ കിട്ടി കിട്ടി കിട്ടി. വാ, അതൊക്കെ ഉമ്മ ഉണ്ടാക്കിക്കോളും. വാ, വേണ്ട നീ. നമുക്ക് പുര വരെ പോയിട്ട് ഇനി എന്ത് വേണമെങ്കിൽ ബൈക്ക് എടുത്തിട്ട് വരാം. പിന്നെയും വരണം. ബുദ്ധി ഒട്ടുമില്ലാത്ത കുട്ടിന്ന് പറയും. എടാ, ഇത് അളന്നിട്ടില്ലല്ലോ. ഇതൊന്നും അളന്നിട്ടില്ല ബ്രോ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് മാറ്റി. ഇതോ ഇത് വാങ്ങി തരുമോ ശ്രീരാഗ? ഇത് വാങ്ങി തരുമോ? ഇതില് 2 ഉണ്ട്. അല്ല, ഇത് വേണം. ആ ഇത് ഇവിടെ തുറക്കും തോന്നുന്നു. ലിഫ്റ്റ് കയറി. ആരാ? ഇവളോ എന്റെ ക്രഷോ? ഇത് നല്ല അപ്പാണ്. ഈ ലിഫ്റ്റ് നല്ല നിർത്തിടോള്. അയ്യോ എവിടെ പോയാലും നിങ്ങ എന്ത് കഥ? എന്തോ പരിപാടി ഉണ്ടല്ലോ നീ. ഏതോ കല്യാണപ്പുര പോയാലുണ്ട്. കല്യാണത്തിന് എന്തോ പോയിട്ട് വരിക ഭക്ഷണം കഴിച്ചിട്ട്. ഗൈസ്, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളിത് അവിടെ പള്ളീൻ്റെ അവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളെ പുരയ്ക്ക് വണ്ടി പോവില്ല. അവിടെ പുതിയ പൈപ്പിൻ്റെ പരിപാടി എടുക്കുക. എടാ, ലോക്ക് ചെയ്താൽ കേട്ടോ. ഇല്ല, ഇവിടുത്തെ കുറച്ച് കുരുന്ന് കുട്ടികളുണ്ട് വരുമ്പോണ്ടോ വണ്ടീൻ്റെ ഉള്ളിൽ. എൻ്റെ ഒരു ഫോണോ? OnePlus. എൻ്റെ ഉണ്ട്. മറ്റേത് ഓൻ്റെ കയ്യിലാണല്ലോ അല്ലേ. സോ ഗൈസ്, പുരയൊക്കെ പോകണമെങ്കിൽ നോക്ക്. കുടുങ്ങി ഞങ്ങൾ. പുരയ്ക്ക് ഒട്ടും വണ്ടി പോവില്ല. സ്കൂട്ടർ പോകുമെന്ന് തന്നെ ഡൗട്ടാണ് ഇപ്പം. ഒരു ബോക്സിൽ കൊറേ മുട്ടായി ഉണ്ട്. ഗൈസ്, ഇവിടെ കേട്ടോ പണി നടക്കണോക്ക്. അതുകൊണ്ട് റോഡൊന്നും ഇല്ല. നമ്മൾ ചാടി പോണം ഗൈസ്. നോക്ക്, ഫുള്ള് സീനാണ് ഗൈസ്. എൻ്റെ മോനെ വലിയ കുഴിയാണല്ലോ. 10 ആൾക്ക് ഇറങ്ങാലോ അതിൻ്റെ ഉള്ളിൽ കൂടെ. നോക്കട്ടെ. അപ്പുറത്ത് കൂടെ എന്താ ചാടാൻ പറ്റൂല? അത്ര വലുതാ? ഐ, ഓട്ടോറിക്ഷ ആയിട്ട് ഒരാള്.
ആ മൂട്. തന്നെ ഓട്ടർ നോക്ക്, എടാ റോഡ് നോക്ക്, എമ്മാര് ചേർത്താൻ നോക്ക്. അത് അവിടെ എത്തുമ്പോ അടുത്ത കൊല്ലം എൻ്റെ വീട് ഇവിടെ ഉണ്ടായാൽ മതി പഠിച്ചാണ്. ഓളിപ്പോ എന്താ പറഞ്ഞറിയോ, ഈ കയറ്റത് എന്തിനാ ഞങ്ങൾ വീട് വെച്ചേന്നോ? ആ നീ പറഞ്ഞിട്ട് തന്നെയാണ്. പൈപ്പൊക്കെ ഇവിടെ. ഇത് ഉമ്മ, ഉമ്മ ഇത് അപ്പു. ആ ഓക്ക് നോമ്പട്ടോ. ആ ഒന്നും കൊടുക്കണ്ട. ശ്രീരായനെ മാത്രമേ ഉമ്മക്ക് അറിയാത്തുണ്ടാവുള്ളൂ, കാരണം ഓ ആദ്യമായിട്ട് വരിക. ഇവളാണ് മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കുന്നത്. ഞാൻ 4 മണിയായോ? ഇനി വാ, അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. വാ കമോൺ ഗൈസ്, ഇനി കുറച്ച് കഴിഞ്ഞെടുക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ എല്ലാവരും പോയി കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ട് നീ ആട്ടാ. ഇവളാണ് മുഹബത്ത് കാ സർബത്ത് കിർബത്ത് കാ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞേ. എന്നാ ഇവൾക്ക് പണിയെടുത്തിട്ട് ഒരു ശീലമില്ല ഗൈസ്. ഇന്നലെ എന്താ പറഞ്ഞേ, എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, വേറെ ആരെയും കൊണ്ട് ഞാൻ തൊടിയിക്കൂലെന്ന്. ഇപ്പം അതെപ്പോഴാണ് മനസ്സിലായത്, വേറെ ഇവള് തൊടൂല, ഏതാന്ന് പോലും അറിയില്ല. എന്തൊരു കഷ്ടാണ്. ക്യാമറയിൽ ക്ലിപ്പ് എടുക്കാ, എവിടുന്ന് വേണം എടുക്കുക, ക്ലിപ്പൊക്കെ എടുക്ക. ആദ്യത്തെ പണിയെടുക്ക് മുഹബത്ത് കാസ്. ആര്? ഞാനും അതാ പറഞ്ഞ, ഞാൻ വിചാരിച്ചു ഇവളെല്ലാം എടുക്കുന്നു. എന്താടാ നമുക്കുള്ള കട്ട്ലേറ്റ്, ബീഫ് 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 ഇങ്ങനെ കാണിക്കുമ്പോ സൂം ചെയ്ത് എനിക്ക് അങ്ങനല്ല, ഇവിടെ ഇങ്ങനെ തൊട്ടാ നോക്കി. ഇങ്ങനെ ഇതുവരെ ക്യാമറ സൂം ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? ഇതാടാ ബിരിയാണി. ബിരിയാണി ഇനി നമുക്ക് നമ്മൾ ഔട്ട്ഡോർ ആണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഔട്ട്ഡോർ സെറ്റ് ചെയ്യാം. ഇവളൊരു പണി എടുക്കുന്നുണ്ടോ അവിടെ ചോയ്ക്ക് പെണ്ണെ, ഇവള് അടുക്കളയിൽ കയറി ശീലല്ല, പാത്രം ഇവിടുന്ന കിട്ടുന്നത് നോക്കറിയില്ല. നമ്മള് സമയമായിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6:15. എവിടെ വെക്കണേ? ഇവിടെ വെക്കാം അല്ലേ? പൂവിന്റെ അവിടെ. പക്ഷെ അത് ചെരുവാടാ. ആ ഇവിടെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ഇവിടെ ആകുമ്പം മേലെ നല്ല ലൈറ്റ് കിട്ടും. പുതിയ ക്യാമറമാൻ ആരാ നോക്ക്, അപ്പൂടാ. വെളിച്ചൊന്നും നോക്കാൻ അറിയില്ല. ഇങ്ങനെ 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 ചുറ്റും കറങ്ങുക. അപ്പൊ ഇങ്ങനെ വെളിച്ചം മാറുന്നുണ്ടോ? ഉണ്ടോ? ഏത് എന്നാ അപ്പൊ പണി എടുക്ക് പെണ്ണേ. പണി എടുക്കൂല. പിന്നെ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുതട്ടെ. ശിങ്കു പകുതി കൊണ്ടുതരും. നീ സ്നാക്സ് സമൂസ ഉണ്ട്, അതുണ്ട്. ഓരോന്നിലും മതി. കട്ട്ലേറ്റ് ഉണ്ടോ? എടുത്തോ. ഇന്നേക്ക് ഒരു പൊടിക്ക് അങ്ങോട്ട് പോയി. മുന്തിരി ഗൈസ്, മുന്തിരി. ചാമ്പ് കേട്ടോ രണ്ടറ്റത്ത്. ഇപ്പൊ ഏതെങ്കിലും കാക്ക വന്നിട്ട് കൊത്തിട്ട് ഒറ്റ പോക്കണോ? ശരിക്കും നോമ്പറാന്ന് പറയുമ്പോ എങ്ങനെ അറിയോ? ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ട്. അതില്ല, അടുത്ത വർഷക്കാം. എടാ മാക്കി എടുത്തിട്ട് അതൊരു പാവ. കട്ട്ലേറ്റ് ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്. മുഹബത്ത് കാ സർബത്ത് ഇപ്പൊ എടുക്കണ്ട, ഒരു 2 ആയിട്ടെ. ഇപ്പൊ സമയം എന്തായി? സമയം എടാ 6:17 ആയിട്ടുള്ളൂ. ഞങ്ങള് ലൈറ്റ് വെക്ക് ഇവിടെ. ഈ ലൈറ്റിന്റെ നേരെ താഴത്തേക്കാക്കി. അത്ര പോണോ? കുറച്ചും എടുക്കാം. ചെരുവുണ്ടോ?
അടിയിൽ സെറ്റ് അല്ലേ അല്ലേ? ചെരുവൊന്നുമില്ല. സോ ഗൈസ്, നോമ്പ് തുറക്കാൻ എന്തൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾ പറയാൻ വിട്ടുപോയി. ദിസ് ഈസ് ഗ്രേപ്സ്. ഇത് ആഫ്രിക്കൻ ഗ്രേപ്സ് ആണ്. ഓക്കെ, ഞാനാ വിളിച്ചിട്ട്. ഇത് കാശ്മീരി ആപ്പിൾ. ദിസ് ഈസ് ഗുണ്ടിൽപ്പെട്ട ബത്തക്ക. മണാലിയാണ്. മണാലിയിൽ നിന്ന് നിർമ്മൽ കൊണ്ടുവന്ന ആപ്പിളാണ് ഇത്. പിന്നെ ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പഴം. അച്ചടം വരട്ടെ. ഇത് കട്ട്ലേറ്റ്, ഇത് സമൂസ, ഇത് എഗ് ബജ്ജി, ഇത് ചിക്കൻ അട, അത് വീണ്ടും കട്ട്ലേറ്റ്. ഇത് വന്നിരിക്കുന്നത് ഇവിടുത്തെ അടുക്കളയിൽ നിന്നാണ്. ഇത് രണ്ടും കടക്കാരൻ്റെ അടുക്കളയിൽ നിന്ന്. ഇല്ല, മൂന്നും ഇല്ല, തുറന്നു പറയണ്ട. ഇന്ന് അത് മൂന്നും ഈ അടുക്കളയിൽ നിന്നുണ്ടായിരുന്നു. ഈ നാലും അങ്ങനെയും പറയണ്ട. ഓക്കെ, ഉണ്ടാക്കത്ത്. ഇനി സ്റ്റൂൾ വേണ്ട. അയ്യേ, എല്ലാരും നമ്മളെല്ലാരും നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇതാ പുതിയ താരം എത്തിയിട്ടുണ്ട്. പഴയ ക്യാമറമാനോ? അങ്ങനെ പറയരുത്. മെയിൻ ക്യാമറമാൻ ഇല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് തെറ്റി പോകും. അതാണ് പ്രശ്നം. രാത്രി വിളിച്ചിട്ട് അറിയും നടക്കൂല, നിങ്ങളെന്റെ സഭയിൽ വെച്ചിട്ട് അപമാനിച്ച്. അതുകൊണ്ട് ശിങ്കു എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട്. ശിങ്കു തലയിൽ തട്ടിട്ട് പൊട്ടിയിട്ടാതെ വരില്ല. ഏത് ഉമ്മാനതാ കാണിക്കണ്ടേ. ശിങ്കു ആണെങ്കിലേ, ശിങ്കു മൈക്കത ഉള്ളിലുണ്ട്. ശിങ്കു ഈ പറയുന്ന കേൾക്കൂല, മൈക്കുള്ളിലുണ്ട്. വേണേ എടുത്തെത്തിയോ? മതിയോ? ഓക്കെ. ആരാ വണ്ടി കൊണ്ട് കളിക്കണേ? അവിടെ നോമ്പ് പറയണേ. അവിടെ കുടുംബക്കാർ നോമ്പ് പറ, ഇവിടെ ട്രിപ്ലാൻഡ് നോമ്പ് പറ. അങ്ങനല്ലടാ, അവിടെ ഇപ്പൊ കല്യാണം കഴിച്ചു വന്ന ഞമ്മക്ക് സ്ഥിരം നോമ്പ് പറയല്ല അപ്പുറത്തും. ഇപ്പൊ പാങ്ക് കൊടുക്കും. എന്താ പാങ്ക് കൊടുക്കാത്ത? ഇപ്പൊ എത്രയായി? എന്നാ വന്നിരിക്കി. ഇപ്പൊ വ്ളോഗർ ബീപാത്തു ആണ് വ്ളോഗ്. ഇത് ആര്? വണ്ടി ഇടാ വന്ന. എന്നാ വാ, ഇട്ടോട്ടെ. ഇവിടെ എവിടെ? എന്നാ അവിടെ. എന്നാ അവിടെ തന്നെ വെക്ക്. കസാര അവിടെ ഇല്ല. അച്ചോന്റെ അടുത്ത് ഇരുന്നാലേ ഭക്ഷണം കഴിക്കുള്ളൂ. ഇല്ലല്ല, ഇന്ന് ഇവിടെ നോമ്പ് ഉറപ്പായിരിക്കും. എന്നിട്ട് അങ്ങോട്ട് വിടുള്ളൂ. എടുത്തില്ല, നോമ്പ് തുറന്നോണ്ടിരിക്കാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം. ഉമ്മയും ഷിങ്കും അവിടെ ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കണേ. സോ നമ്മളെ വലിയ കടീൻ്റെ ടൈം ആയിക്കണ്. ബീഫ് ഉണ്ട്, കോഴിക്കറി ഉണ്ട്, പിന്നെന്താണ് ബിരിയാണി ഉണ്ട്. സീന്. ഇത് വിളമ്പിയിട്ട് കടി എത്ര ബാക്കി കുഴപ്പമില്ല. ഈ തിന്നേണ്ടത് കാണിച്ചത് ഗൈസ്. സോ ഗൈസ്, എന്താ ബീഫ് ബിരിയാണി എല്ലാം ഉണ്ട്. സത്യം പറയാലോ, വ്ളോഗ് എടുത്തിട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് കഴിക്കണ വീഡിയോ വേണമെന്നില്ലല്ലോ. വേണ്ട. അയ്യോ, ഇതെന്താ ക്യാമറ ഇങ്ങനെ? ഇതൊക്കെ 0.5 കിട്ട ക്യാമറ എങ്ങനെയാ? തുടച്ചാലും അങ്ങനെ തന്നെ എന്തോ പ്രശ്നം പറ്റിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മറ്റേ തുടയും റെഡി ആയില്ല. അപ്പോൾ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. ഭക്ഷണം കഴിച്ചിട്ട് എൻഡിങ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യാം. ഓക്കെ.